ഹായ് സുഹൃത്തുക്കളെ, ലേയിൽ നിന്ന് മണാലിയിലേക്കുള്ള യാത്രയാണ്. 430 കിലോമീറ്റർ ഉണ്ട്. ലേയിൽ നിന്ന് ഷേ എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ നിന്ന് തിക്സെ, കാരു, ഉക്ഷി, മീരു, ലാറ്റോ, ഗ്യ, ഡെബ്രിങ്, മേരു, പാങ്, ഡാർച്ച, ജിസ്പ, ഇത്രയും പ്രദേശങ്ങളാണ് നമുക്കൊരു ദിവസം സഞ്ചരിച്ച് രാത്രിയാകുമ്പോഴേക്ക് എത്താൻ പറ്റുക. ജിസ്പയിൽ താമസിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വേറെ റൂം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് ലേയിൽ നിന്ന് മണാലിയിലേക്ക് പോകുമ്പോൾ മിക്കവരും ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ നിന്ന് ലേയിലേക്കാണ് യാത്ര ചെയ്യാറ്. ഞങ്ങൾ പക്ഷേ ഇങ്ങനെയാണ് യാത്ര ചെയ്തത്. പിന്നെ ജിസ്പയിൽ നിന്ന് കിലോങ്, ടാൻഡി, സിസു, ടെല്ലിങ്, ബുറുവ, സോളാങ് വാലി കൂടി നമുക്കങ്ങനെ റോത്താങ്ലയിലെത്തുമ്പോൾ നമുക്ക് അടൽ ടണലിലൂടെ കൂടെ മണാലിയിലേക്ക് എത്താം. അങ്ങനെയാണ് ഈ റൂട്ട്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേയെയും ഹിമാചൽ പ്രദേശിലെ മണാലിയെയും ബന്ധിപ്പിക്കുന്ന 430 കിലോമീറ്റർ നീളമുള്ള ഒരു ഹൈവേയാണ് ലേ മണാലി ഹൈവേ. ഇത് 4 ചുരങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. റോത്താങ്ല പാസ്, അതുപോലെ തന്നെ ബാരാല ചാല പാസ്, ലുങ്ല ചാക്ക പാസ്, തങ്ലാല പാസ് എന്നിവ കൂടെയാണ് കടന്നു പോകുന്നത്. ഈ പാതയുടെ ഒരു വശത്തിലൂടെ ബിയാസ് നദിയുടെ കൈവഴികളും ഒഴുകുന്നുണ്ട്. കുളു താഴ്വരയിലെ അടൽ തുരങ്കം വഴിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലേ മണാലി ഹൈവേ 13,000 അടി ഉയരത്തിലൂടെ പിന്നിട്ട് 17,480 അടി ടാങ്ല പർവ്വത നിരയിലൂടെയും നമ്മൾ അതിമനോഹരമായ മണലും പ്രകൃതിദത്തമായ പാറക്കൂട്ടങ്ങളും ഉൾപ്പെടുന്ന പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ടതുമാണ് നിങ്ങൾ ഈ കാണുന്ന പോലെയുള്ള പാത. അടൽ തുരങ്കം കഴിഞ്ഞാൽ ഭൂപ്രകൃതി മാറുന്നുണ്ട്. ഡാർച്ച കടന്നാൽ പച്ചപ്പ് പൂർണ്ണമായും മാറുന്നു. മലഞ്ചെരിവുകൾക്ക് തവിട്ട് നിറവും വരണ്ടതുമായി മാറുന്നു. ഇതെല്ലാം അങ്ങനെ കിടക്കുന്ന പ്രദേശങ്ങളാണ്. വേനൽക്കാലത്ത് പോലും പല പർവ്വത ശിഖരങ്ങളും മഞ്ഞു മൂടിയിരിക്കുകയും സൂര്യരശ്മികളാൽ തിളങ്ങുകയും ചെയ്യുന്നുണ്ട്. ചെറിയ മഴ പെയ്താൽ പോലും അപകടകരമായ മണ്ണിടിച്ചിൽ ഉള്ള പ്രദേശമാണ് ഇവിടങ്ങളെല്ലാം തന്നെ. മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹൈവേയിൽ നിരവധി നാശനഷ്ടങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം യാത്ര വളരെയധികം ദുഷ്കരമായിരിക്കും, അപകടകരവുമായിരിക്കും. തണുത്ത അർദ്ധവരണ്ട ഭൂമിയാണ് ലഡാക്ക്. വേനൽക്കാലത്ത് പോലും ഹൈവേയിൽ തണുപ്പുള്ള പ്രദേശമാണ്. പകൽ നേരിയ തണുപ്പും രാത്രിയിൽ നല്ല തണുപ്പും ഇവിടങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. ലാഹൌളിൻ്റെയും സപ്തി ജില്ലയുടെയും ജില്ലാസ്ഥാനമാണ് കിലോങ്. 2 ചെറിയ അരുവികൾ ബാഗ നദിയിൽ ചേരുന്ന ഒരു ഭാഗമാണ് ജിസ്പ. ജിസ്പ ഒരു ചെറിയ ടൗൺ കൂടിയാണ്. ഈ പ്രദേശത്ത് ഗ്ലേഷ്യർ ഒഴുകി വെള്ളം ഒഴുകി വരുന്നത് പതിവാണ്. ആ സമയങ്ങൾ ചൂട് കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഉച്ചയ്ക്ക് മുമ്പ് ഈ പ്രദേശം കടക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചെറിയ വാഹനത്തിന് കടന്നു പോകാൻ പറ്റാതെ വരും. പ്രത്യേകിച്ച് 2 വീലർകാർക്കൊക്കെ, റൈഡേഴ്സിനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദുർഘടമായ പാതയാണിത്. കാലാവസ്ഥ മോശമാണെങ്കിൽ യാത്ര ഈ വഴി ഒഴിവാക്കണം. പിറ്റേന്നൊക്കെയോ അല്ലെങ്കിൽ ഇവിടെ BRO പറയുന്നതനുസരിച്ച് മാറ്റിവെക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് സിംഗ് ബാർ മുതൽ ടാങ് വരെ ഒരു 150 കിലോമീറ്റർ ദൂരം ഹൈവേ ഏറ്റവും മോശമായ അവസ്ഥയിലാണ്. യാത്ര ദുഷ്കരവും ചിലയിടങ്ങളിൽ വളരെ പേടിപ്പിക്കുന്നതുമാണ്. സെർച്ചു ഒരു സൈനിക താവളമുണ്ട്. അവിടെ തന്നെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റുമുണ്ട്. ലഡാക്കിനും ഹിമാചൽ പ്രദേശിനും ഇടയിലുള്ള അതിർത്തിയാണ് ഇവിടം. ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റിൽ രജിസ്റ്റർ ചെയ്യണം. ലച്ചുലുങ് ലായിലൂടെ 13,750 അടി മുതൽ
15,547 അടി ഉയരത്തിലൂടെയാണ് നമ്മൾ ചില പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ മോർപെയിൻസ് എന്ന് വിളിക്കുന്ന മൂറി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഏകദേശം 35 കിലോമീറ്റർ വളരെ പരന്ന പ്രദേശവും ഡ്രൈവിങ്ങിന് രസകരവുമായ പ്രദേശത്തിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. അടൽ തുരങ്കം തുറന്നതിന് ശേഷം ലേയിൽ നിന്ന് മണാലിയിലേക്കുള്ള യാത്ര ഒരു 35 കിലോമീറ്റർ എങ്കിലും ചുരുക്കി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും ഈ വഴിയിലൂടെയുള്ള യാത്രയിൽ ഒരു രാത്രി നമ്മൾ ജിസ്പയിലോ മറ്റോ തങ്ങുന്നതായിരിക്കും നല്ലത്. ജിസ്പയിൽ ധാരാളം ഹോട്ടലുകളുണ്ട്. അതുപോലെ തന്നെ സിസു, കിലോങ്, റംസെ, ഉപ്ഷി, കാരു എന്നിവിടങ്ങളിലെല്ലാം ഹോം സ്റ്റേകളും ടെൻറ്റ് ഒക്കെ ലഭ്യമാണ്. സീസൺ അനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ ലഭ്യത നമുക്കുണ്ടാവുക. ഈ കാണുന്ന ഈ സമതല പ്രദേശത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രസകരമായ യാത്രയാണ്. ആ 35-40 കിലോമീറ്റർ നമുക്ക് വളരെ വേഗം തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ എവിടെയും ഒരു ഹോട്ടലുകളോ ധാബകളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഒക്ടോബർ-നവംബർ മാസത്തിലാണ്, നവംബർ മാസം ഫസ്റ്റ് വീക്ക് ആണ് ഇതിലൂടെ സഞ്ചരിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഇനി നവംബർ സെക്കൻഡ് വീക്ക് മുതൽ മഞ്ഞുവീഴ്ച ആരംഭിച്ച് ഇവിടങ്ങളിലെല്ലാം ഒരു 6 മാസത്തോളം അടഞ്ഞു കിടക്കുന്നത് കാരണം ആരും തന്നെ ധാബകളൊന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഇന്ത്യക്കാരൻ കണ്ടിരിക്കേണ്ട പ്രദേശങ്ങളിൽ ഒന്നും കൂടിയാണ്. നമ്മൾ ഈ ലോകത്ത് വേറൊരു പ്രദേശത്തായ പോലെ നമുക്ക് തോന്നിപ്പോകും. ചിലയിടത്തെല്ലാം അവിടെ ചെന്ന് നമ്മുടെ റോഡ് അവസാനിക്കുകയോ ഭൂമി അവസാനിക്കുകയോ എന്നൊക്കെ തോന്നിപ്പോകുന്ന പ്രദേശങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. വളരെയധികം രസകരമായ യാത്രയാണ്, അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന യാത്രയുമാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെല്ലാം, ഡിസംബറിൽ ഇതിനെ സഞ്ചാരയോഗ്യമല്ല, ഐസ് വീണ് പല സ്ഥലങ്ങളും മൂടിക്കിടക്കും. ഇവിടെ പ്രകൃതി അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഇവിടുത്തെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളെല്ലാം കാണുന്നതിന് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഇതിലെ സഞ്ചരിച്ചാൽ നല്ലതാണ്. പക്ഷേ ജൂൺ, ജൂലൈ മാസം, ഓഗസ്റ്റ് മാസമൊക്കെ ഒത്തിരി മഴയും അതുപോലെ തന്നെ ഇതൊക്കെ മഞ്ഞുരുകി ഗ്ലേഷ്യർ ഉരുകി വരുന്ന വെള്ളം, റോഡ് ക്രോസിങ്ങും ചാലുകളും എല്ലാം ദുർഘടമായ പാതയായിരിക്കും. അഡ്വഞ്ചർ ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ആ സമയങ്ങളിലെല്ലാം ഇതിലെ യാത്ര ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അഡ്വഞ്ചർ ട്രിപ്പിന് നല്ലതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ ഓരോ കാലങ്ങളും തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒരു പ്രശ്നവുമില്ലാത്ത സമയമാണ് ഇപ്പോൾ നവംബർ മാസം. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവിടെ നിന്ന് തുടങ്ങി മണാലിയിലേക്കുള്ള ഒരു സ്വപ്നയാത്രയാണ്. ഒത്തിരി ആഗ്രഹിച്ച് ഉള്ള ഒരു യാത്ര ഞങ്ങൾ സഫലീകരിക്കാൻ പോവുകയാണ്. തീർച്ചയായും ഒരു ഇന്ത്യക്കാരൻ കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. ഇന്ത്യ ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി രാജ്യമാണ്. എൻ്റെ യാത്രയുടെ അനുഭവങ്ങളിൽ എല്ലാം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് വിസ്മയ കാഴ്ചകൾ വളരെയധികമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ നാട് കണ്ടിട്ട് വേണം മറ്റു നാടുകൾ കാണാൻ എന്നൊരു അഭിപ്രായം കൂടിയും എനിക്കുണ്ട്. വിസ്മയ കാഴ്ചകളും കൗതുക കാഴ്ചകളും വളരെയധികം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത്. ഇന്ത്യ പല കാഴ്ചകളും കാര്യങ്ങളും കണ്ടാൽ ലോകത്തിലെ പല കാഴ്ചകളും വെറുതെ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. 5000 വർഷം പഴക്കം വരെ ഉള്ള പല കാര്യങ്ങളും നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യം വേണ്ട പോലെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇവിടെ വണ്ടി ഒന്ന് നിർത്തി അത്യാവശ്യം ഒരു റെസ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ 3-4 മണിക്കൂറൊക്കെ കൂടുമ്പോൾ ഒരു റെസ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് കണ്ടത്. കയറി വാട മക്കളെ എന്നൊരു ബോർഡ് ഇവിടെ കണ്ടു. സാങ്പോ സ്ഥലത്തിൻ്റെ പേരായിരിക്കണം, സാങ്പോ. ആ കാണുന്ന ഒരു ചെറിയ ഇത് അടഞ്ഞു കിടപ്പാണ്. ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ അടഞ്ഞു കിടക്കുന്നതാണ്. അവിടെ എന്തെങ്കിലും ഒരു ടീ ഷോപ്പോ മറ്റോ എന്തെങ്കിലും ആയിരിക്കും.
അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ ഒരു യാത്രയിൽ ഇടയ്ക്കേതുപോലെ തന്നെ റെസ്റ്റൊക്കെ ചെയ്ത് ധാരാളം വെള്ളം കുടിക്കണം. അതുപോലെ നമ്മുടെ കയ്യിൽ ഗ്ലൂക്കോസോ എങ്ങനെ മറ്റേ കലോറി കൂടിയ എന്തെങ്കിലും സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. ഈ പ്രദേശങ്ങളെല്ലാം നോക്കിയാൽ അറിയാം, ഒരു സസ്യം പോലും അല്ലെങ്കിൽ ഒരു മരങ്ങൾ പോലും ഇല്ല. ഓക്സിജൻ്റെ അളവും വളരെയധികം കുറവാണ്. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ കയ്യിലും ചെറിയ ഓക്സിജൻ്റെ സിലിണ്ടർ സ്റ്റോക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾക്കൊന്നും തന്നെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അപ്പോൾ അതും ഈ യാത്രയിൽ കരുതേണ്ടത് നല്ലതാണ്. നമ്മൾ ORS ലായനി ഒരു പാക്കറ്റ് 1 ലിറ്ററിലേക്കൊക്കെ കലക്കി സ്റ്റോക്ക് ചെയ്ത് കയ്യിൽ വയ്ക്കുന്നതും ഡ്രൈ ഫ്രൂട്ട്സ് കയ്യിൽ വയ്ക്കുന്നതും എല്ലാം തന്നെ നമുക്ക് ഗുണം ചെയ്യും. കാൽസ്യം ഗുളികകളും എല്ലാം തന്നെ കയ്യിലുണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ഈ യാത്ര വളരെയധികം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളെല്ലാം കണ്ടാൽ നോക്കൂ, എത്ര മനോഹരമായ മണ്ണിൻ്റെ പ്രകൃതിയുടെ പ്രത്യേക മഴയിലൂടെയും കാറ്റിലൂടെയും ഒക്കെ സംഭവിച്ചിരിക്കുന്ന ഓരോ പ്രദേശങ്ങളാണ്. നമ്മൾ ചന്ദ്രനിലൊക്കെ കാണുന്ന, നമ്മൾ പിക്ചറുകളിലൊക്കെ കാണുന്ന, ചന്ദ്രനിൽ കാണുന്ന മൂൺലാൻഡ് പോലെ ഇരിക്കുന്ന പ്രദേശങ്ങളും ഇവിടെ പല സ്ഥലങ്ങളിലുമുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ എഴുതിയും വെച്ചിട്ടുണ്ട് മൂൺലാൻഡ് എന്ന്. അപ്പോൾ അങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു പ്രത്യേകിച്ച് ഒരു പേടിപ്പെടുത്തുന്നതുമായ ഭൂപ്രകൃതിയിലൂടെയുള്ള യാത്ര ആസ്വാദകരമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. മണാലി കൂടുതൽ പോയി കഴിഞ്ഞാൽ കമ്പനിക്കാർ ചിലപ്പോൾ കൊടുക്കേണ്ട വരുമല്ലോ. അധികം കാശായിട്ടുള്ള ഒരു സംഭവം. ഇപ്പൊ ക്ലിയറാ. ജിസ്പ കഴിഞ്ഞ് കിലോങ് കഴിഞ്ഞ് ടാൻഡിയാണ്. ടാൻഡിയും ചെറിയ കടകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. റൈഡേഴ്സ് പോകുന്നുണ്ട്. വായോ, ഇവിടെയും ബിവറേജസ് ഉണ്ട്. ഇംഗ്ലീഷ് വൈൻ. अच्छा